നമസ്കാരം, ഞാൻ വിഷ്ണു വിജയൻ. വീട് ബൈ വിഷ്ണു വിജയനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നിങ്ങൾ ഇന്നൊരു സ്വപ്ന മനോഹര സുന്ദര ഭവനം പരിചയപ്പെടുത്താൻ വന്നതാണ്. 3100 സ്ക്വയർ ഫീറ്റിൽ കൊളോണിയൽ രീതിയിൽ നിർമ്മിച്ച അതിമനോഹരമായ ഒരു സ്വപ്ന മനോഹര സുന്ദര ഭവനത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീട് വിസിറ്റ് സീരീസിൻ്റെ ഒരു പുതിയ എപ്പിസോഡാണ്. ഞാൻ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ തഴവ എന്ന് പറയുന്നൊരു സ്ഥലത്താണ്. അതിമനോഹരമായ ഒരു സ്വപ്ന സുന്ദര മനോഹര ഭവനം. ഇവിടെ നമ്മൾ ബാംഗിൾ സ്റ്റോണാണ് ഇട്ടിരിക്കുന്നത്. അതിമനോഹരമായിട്ട് അതിൻ്റെ ഇടയ്ക്ക് ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്തിരിക്കുന്നു. പിന്നെ ഇതിന് എലിവേഷനെ ഏറ്റവും കൂടുതൽ എടുത്ത് കാണിക്കുന്ന ഒരു രീതിയിലാണ് ഗേറ്റ്സ് തന്നെ ഇതിൻ്റെ നിർമ്മാണം ചെയ്തിരിക്കുന്നത്. അതായത് 60/40 ട്യൂബിലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ HPL ഷീറ്റ് കട്ട് ചെയ്തിട്ട് പീസായിട്ടാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. വളരെ ഭംഗിയായിട്ട് തന്നെ ആ ഒരു വുഡൻ ഫീൽ കിട്ടാനായിട്ട് ഇതിന് സഹായിച്ചിട്ടുണ്ട്. പിന്നെ എടുത്ത് പറയേണ്ട സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കൊടുത്തിരിക്കുന്ന ക്ലാഡിംഗ് സ്റ്റോൺ ആണ്. ഈ ക്ലാഡിംഗ് സ്റ്റോണും അതിമനോഹരമായിട്ട് തന്നെയാണ് ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ പറയേണ്ട എടുത്തു പറയേണ്ട അടുത്തൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീടിൻ്റെ ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്ന ഈ ലാൻഡ്സ്കേപ്പ് തന്നെയാണ്. ഈ ലാൻഡ്സ്കേപ്പ് എന്ന് പറയുമ്പോൾ പേൾ ഗ്രാസിൽ ഒരു കവറിങ്ങോട് കൂടി അതിമനോഹരമായിട്ടാണ് ഈ വീടിൻ്റെ ഈ ലാൻഡ്സ്കേപ്പ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ വീടിൻ്റെ എലിവേഷൻ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. എലിവേഷനോടുകൂടി കണക്റ്റഡ് ആയിട്ട് തന്നെ കാർ പോർച്ച് ഉണ്ട്. ആ കാർ പോർച്ചിൻ്റെ എലിവേഷനും അതുപോലെ വീടിൻ്റെ എലിവേഷനും ഒരേ രീതിയിൽ തന്നെയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. പിന്നെ ഈ വീടിൻ്റെ റൂഫ് ചെയ്തിരിക്കുന്ന എല്ലാം സിറാമിക് ഓടിലാണ് ചെയ്തിരിക്കുന്നത്. സിറാമിക് ഓട് എന്ന് പറയുമ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മൾ വീട് നിർമ്മിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന സാധനമാണ് സിറാമിക് ഓടെന്ന് പറയുന്നത്. സിറാമിക് ഓട് തന്നെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ടൈപ്പ് സിറാമിക് ഓടാണ് ഇതിന് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ട ഇതിൻ്റെ കാർ പോർച്ച്, അതായത് 2 കാറുകൾക്ക് ഒരു ബൈക്കിനും സുഖമായിട്ട് ഇതിനകത്ത് ഇരിക്കാൻ പറ്റിയ രീതിയിലുള്ള ഒരു കാർ പോർച്ചാണ് ഈ വീടിന് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പം നമ്മളുടെ വീടിലേക്ക് വരുമ്പോൾ എടുത്തു പറയുന്ന ഒരു സംഭവമാണ് ഇതിൻ്റെ എലിവേഷൻ എന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഇതിൻ്റെ എല്ലാം ടെക്സ്ചർ ഫിനിഷ് കൊടുത്തിരിക്കുന്നത് അതും മനോഹരമായിട്ട് തന്നെയാണ്. പിന്നെ ക്ലാഡിംഗ് സ്റ്റോൺ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഭാഗത്ത് തന്നെ ഒരു ഏരിയ സെപ്പറേറ്റ്ലി ആ എലിവേഷനെ ഒന്നുകൂടെ ബൂം ചെയ്യാനായിട്ട് ആ ഒരു ഭാഗം വളരെ വൃത്തിയായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ പേൾ ഗ്ലാസ് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഒരു സ്ട്രക്ചറിൽ, അതായത് 80/40 ട്യൂബ് വെച്ചിട്ട് ഒരു സ്ട്രക്ചറൽ എലമെൻറ്റ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. വളരെ മനോഹരമായ ഒരു തീം തന്നെയാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. ഇനിയും നമ്മളുടെ വീടിൻ്റെ അകത്തളത്തിലേക്ക് വരുമ്പോഴാണ് അതിനെക്കാട്ടിലും മനോഹാരിത നിങ്ങൾക്ക് മനസ്സിലാവുക. ഒരു വീട് നിർമ്മാണം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആൾക്കാരുടെ ഹൃദയമാണ്. ആ വീടിനൊരു ജീവൻ വേണം. ആ ജീവനും ആ ഒരു ഓജസ്സും എല്ലാം കൂടെ നിറഞ്ഞു നിൽക്കുന്ന അതിമനോഹരമായ ഒരു വീട് തന്നെയാണ് ഈ വീട്. ഇനി ഈ വീടിൻ്റെ സിറ്റ് ഔട്ട് പോർഷനിലേക്ക് വരാം. അതായത് ഈ സിറ്റ് ഔട്ട് ഇവിടെ വെച്ച് കവേർഡാണ്. ഈ കവേർഡായിട്ടുള്ള പോർഷനിൽ ചെടികളൊക്കെ കൊടുത്ത് വീണ്ടും ഒരു സ്ട്രക്ചറൽ എലമെൻറ്റ് കൊടുത്ത് അതിമനോഹരമാക്കിയിരിക്കുന്നു. മുകളിൽ ഗ്ലാസിൻ്റെ വർക്കാണ് ചെയ്തിരിക്കുന്നത്. സിറ്റ് ഔട്ട് എന്ന് പറയുമ്പോൾ വളരെ നോർമലായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതിമനോഹരമായ ഒരു സിറ്റ് ഔട്ട് തന്നെയാണ്. പിന്നെ ഇതിനകത്ത് സിറ്റ് ഔട്ടിൽ യൂസ് ചെയ്തിരിക്കുന്ന ഗ്രനൈറ്റ്സ് ആണ്. ഗ്രനൈറ്റ്സ് എന്ന് പറയുമ്പോൾ കുറച്ച് എന്താ പറയുക, ലൈറ്റ്സൊക്കെ റിഫ്ലക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു റിഫ്ലക്ഷൻ കൊണ്ടുവരാൻ കപ്പാസിറ്റി ഉള്ള തരം ഗ്രാനൈറ്റ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ പറയുന്നത് ഇവിടെ ഇതിനോട് ചേർന്ന് തന്നെ അവിടെ കണ്ട പോലെ തന്നെ സ്ട്രക്ചറൽ എലമെൻറ്റ് വെച്ചിട്ടുള്ള ഒരു സംഭവം കൂടി ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ വീടിൻ്റെ പുറത്തെ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞിരിക്കുന്നു. ഇനിയും വീടിൻ്റെ അകത്തെ കാഴ്ചകളാണ് കാണേണ്ടത്. അകത്തെ കാഴ്ചകൾ കാണാനായിട്ട് അകത്തെ ഇൻറ്റീരിയർ സുന്ദരമാക്കി മാറ്റിയ, മനോഹരമാക്കി മാറ്റിയ ആ ഇന്റീരിയർ എക്സ്പെർട്ടിനെ നമുക്ക് പരിചയപ്പെടാം. നമസ്കാരം. ഇത് രാജ്, എറ്റ്ലൈറ്റ് ഇന്റീരിയേഴ്സ്. ഇത് ഞാൻ ഈ വീട് ചെയ്യാനായിട്ട് തന്നെ ആദ്യം പ്ലാൻ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, ഈ വീടെന്ന് പറയുന്നത് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള ശ്രുതിയുടെയും രാജേഷിൻ്റെയും വീടാണിത്. അപ്പോൾ ഈ വീട് ചെയ്യാൻ വന്നപ്പോൾ തന്നെ ഈ വീടിന്റെ പരിപാടിയായിട്ട് ഞാൻ ശ്രുതിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് രാജിനെ. കാര്യം രാജിന്റെ കുറെ പ്രൊജക്ടുകൾ നമ്മൾ ഓൾറെഡി ഇതിന്റെ വീഡിയോയിൽ തന്നെ ഇട്ടിട്ടുണ്ട്. വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് ചെയ്യുന്നതും വളരെ ക്വാളിറ്റിയോട് ചെയ്യുന്ന ഒരു ഇന്റീരിയർ ഗ്രൂപ്പാണ് രാജിൻ്റെത്. അപ്പൊ രാജേ, നമുക്ക് ഇവിടുന്ന് നിങ്ങളുടെ പാർട്ടിലേക്ക് വരാം. ഇവിടെ നമ്മൾ ഡോറിൽ തുടങ്ങാം. ഡോറ് 2 സാധാരണ ഒരു ട്രഡീഷണൽ വേയിലുള്ള ഒരു ഡോറാണ് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത് അല്ലേ? മാറ്റ് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. അതിന്റെ ഹാൻഡിൽസ് ഒക്കെ കുറച്ച് ഭയങ്കര ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നു. അപ്പൊ നമ്മൾ ഇതിന്റെ അകത്തേക്ക് കടക്കുമ്പോൾ ഈ ഡോർസിന്റെ മനോഹാരിത കണ്ടു കഴിഞ്ഞു. ഇതാണ് ഫാമിലി ലിവിംഗ് സ്പേസ്. അതെ, ഫാമിലി ലിവിങ്ങിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരു ലൈറ്റ് ഗ്രീൻ കളർ സോഫ കൊടുത്തു. വളരെ മിനിമലായി ലോവേഴ്സ് കൊടുത്തു. ഒരു ഫോട്ടോ ഫ്രെയിം 2 സൈഡിലും. അതിൻ്റെ ബാക്കിൽ ടെക്സ്ചർ പെയിൻറ് കൊടുത്തു, ഒരു സിമെൻറ്റ് ടെക്സ്ചർ.
പിന്നെ ഒരു ഇതിനോട് മാച്ച് ചെയ്യുന്ന ഒരു കളറാണ് ഈ ഒരു ലൈറ്റ് ഗ്രീനാണ് ഇത് വരുന്നത്. ഈ ഒരു സെൻറ്റർ ടേബിൾ കൊടുത്തു. പിന്നെ ഇവിടെ ചെറിയൊരു പ്ലാന്റ് കൊടുത്തു. കർട്ടെല്ലാം ജിപ്സം സീലിംഗ് ആണ്. ഇതിൽ കൗ ലൈറ്റ് കൊടുത്തുകൊണ്ട് സ്പോട്ട് ലൈറ്റ്സുകൾ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഗ്ലോസി ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. ഗ്ലോസി കൊടുത്തേക്കുന്നത് കൊണ്ട് തന്നെ അത് ആ ഒരു ലൈറ്റിന്റെ ആ ഒരു പ്രസരിപ്പ് ഇവിടെ കൂടുതൽ കിട്ടാനുള്ള സാധ്യത. അതെ, ലൈറ്റ് കളറുമാണ്. അധികം ഡിസൈൻസ് ഇല്ലാത്തൊരു ടൈലാണ് വന്നത്. പിന്നെ ലോങ് കർട്ടൻ കൊടുത്തിരിക്കുന്നു ഇവിടെ. അതും കൂടുതൽ സ്പേസ് നമുക്ക് ഫീൽ ചെയ്ത രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്നുള്ള വ്യൂ നമുക്ക് പുറത്തേക്ക് ക്ലിയർ ആയിട്ട് ലാൻഡ്സ്കേപ്പും ആ ലെങ്തി വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന രീതിയിലാണ് നമ്മളോട് ചെയ്തിരിക്കുന്നത്. അതായത് ഫോർമൽ ലിവിംഗ് കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മൾ ഫാമിലി ലിവിംഗിലേക്ക് കടക്കുകയാണ്. ഫാമിലി ലിവിംഗ് എന്ന് പറയുമ്പോൾ ഒരു വൈഡ് ഏരിയയിലാണ് ഫാമിലി ലിവിംഗ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഞാൻ കണ്ടേക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എല്ലാ വീടിന്റെ എല്ലാ റൂംസിന്റെയും ഭിത്തി ടെക്സ്ചേർഡ് ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത്. ലൈറ്റ് കളറുകളാണ് ടെക്സ്ചേർഡ് ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത്. എന്തൊക്കെയാണ് ഈ റൂമിൽ ചെയ്ത നിങ്ങളുടെ ഐഡിയാസ്? ഇവിടെ നമ്മൾ ഈ വീടൊരു കൊളോണിയൽ സ്റ്റൈൽ ആയിരുന്നത് കൊണ്ട് ഇതിൽ ടോപ്പിൽ നിന്ന് തന്നെ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മൾ ജിപ്സം സീലിംഗ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിലായിരുന്നു ആദ്യത്തെ ടാസ്ക് നമുക്ക്. ഇതൊരു 3 ലെയർ ടോപ്പ് ഈ സൈഡിലേക്ക് ഇറക്കി ഇങ്ങനെ ലൈറ്റ് കൊടുത്ത് ഈ ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് തന്നെയാണ് അത് ചെയ്തിരിക്കുന്നത്. സാധാരണ എല്ലാവരും ജിപ്സം സീലിംഗ് കൊടുക്കുമ്പോൾ ഒറ്റ രീതിക്കാണ് കൊടുക്കുന്നത്. ഇങ്ങനെ ഒരു അമ്പലത്തിന്റെ ട്രഡീഷണൽ ഫീലിംഗ് ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. ഇപ്പം നമുക്കിവിടെ വരുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല സ്പേസ് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് ഇങ്ങനെ കൊടുക്കാതെ. അതെ അതെ, അത് കുറച്ച് റിസ്ക് ആയിരുന്നു. അത് ഡിസൈൻ ചെയ്ത് എടുക്കുക എന്നുള്ളത് കുറച്ച് റിസ്ക് ആയിരുന്നു. നമ്മളിങ്ങനെ ഒരു ഡിസൈനിലേക്ക് അത് കൊണ്ടുവന്നു. പിന്നെ TV യൂണിറ്റും വളരെ മിനിമലായിട്ട് ടെക്സ്ചർ പെയിന്റ് കൊടുത്തുകൊണ്ട് ഒരു ബാക്ക് പാനൽ കൊടുത്തു. വളരെ മിനിമലായിട്ട് തന്നെയാണ് അതും ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം കൊടുത്തിരിക്കുന്നത് 710 പ്ലൈവുഡിൽ തന്നെയാണ്. മൈക്ക മാറ്റ് ഫിനിഷ് മൈക്കയാണ് കൊടുത്തിരിക്കുന്നത്. അതെ അതെ, മാറ്റ് ഫിനിഷ് മൈക്കയിൽ ആണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിന്റെ അതേ ആംബിയൻസ് ഫീൽ ചെയ്യുന്ന ആ ടൈല് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. വലിയ സ്ലാബ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഫുള്ളായിട്ട് നമ്മൾ ഒരു ഒറ്റ ടൈലിൽ പോയിരിക്കുന്നത് കൊണ്ട് ഒരു സ്പേസ് ഫീൽ ചെയ്യുന്നുണ്ട് നന്നായിട്ട്. പിന്നെ സ്പേസർ കൊടുത്തിട്ടുണ്ട്. സിറാമിക് സ്പേസർ ആണ് കൊടുത്തിരിക്കുന്നത്. അതെ അതെ അല്ലേ? ഈ പല ആൾക്കാരും ചോദിക്കാറുണ്ട് ടൈൽ ഇടുമ്പോൾ ഈ സ്പേസർ കൊടുക്കാതെ. ഇപ്പം തന്നെ പഴയ വെട്രിഫൈഡ് ടൈൽ അല്ലല്ലോ. അതായത് കോർണർ അടുപ്പിച്ചിട്ട് കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവും. പക്ഷെ അത് ബ്രേക്കേജ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഈ പറയുന്ന ഫില്ലേഴ്സ് ഈ രീതിയിലുള്ള കൊടുക്കുമ്പോൾ ഇതിന്റെ ഗ്ലോസ്നെസ് ഒന്നുകൂടെ കൂടുകയും ചെയ്യും. ഒരു നമുക്ക് ഇങ്ങനെ ഒരു സ്പേസിലേക്ക് കയറുമ്പം കുറച്ചും കൂടെ ഭംഗി ഫീൽ ചെയ്യുന്നത് ഈ രീതിയിൽ കൊടുക്കുമ്പോഴാണ്. വലിയ ടൈലുമാണ് നമ്മളിവിടെ. പിന്നെ ഞാൻ രാജനോട് ചോദിക്കട്ടെ, ഈ വീടുകളിൽ ഇപ്പൊ ഈ നമ്മൾ സെറ്റ് കൊടുത്തിരിക്കുന്നത് വളരെ ഡാർക്ക് കളറിലാണ്. അതെ അല്ലെ? ഈ ഡാർക്ക് കളറിൽ കൊടുത്തിരിക്കുന്ന ഈ സെറ്റ് സാധാരണ രീതിയിൽ ഈ കളേഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് എന്താ പറയണ്ടേ, ആൾക്കാരുടെ വീട്ടിലൊന്നും പറ്റത്തില്ല. ലൈറ്റ് കളേഴ്സിന് മാത്രമുള്ള സ്കോപ്പുള്ള ഒരു കാലഘട്ടമായിരുന്നു. പക്ഷെ ഇപ്പൊ മാറി വരികയാണ്. ഫർണിച്ചേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നതൊക്കെ നമ്മൾ ഇതുപോലുള്ള ഡാർക്ക് കളേഴ്സിലാണ്. അങ്ങനെ ഒരു മാറ്റം ഇന്ന് മാർക്കറ്റിൽ ഉണ്ടല്ലോ അല്ലേ? അതെ, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഡിസൈൻ ചെയ്യുമ്പം കസ്റ്റമറിൻ്റെ ഒരു ആവശ്യപ്രകാരം കളർഫുള്ളിലേക്ക് പോകണമെങ്കിൽ ലൂസ് മെറ്റീരിയൽസ് എല്ലാം, ലൂസ് ഫർണിച്ചേഴ്സ് നമ്മൾ ഉറപ്പായിട്ടും അത് കളറിലേക്ക് പോകാനാണ്. കാര്യം ഫ്യൂച്ചറിൽ നമുക്ക് ഇതൊന്ന് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചേഞ്ച് ചെയ്യാം. ബാക്കി ഇവിടെ നിലനിൽക്കുന്ന സംഭവങ്ങളെല്ലാം വളരെ ലൈറ്റ് കളറിലാണ് നമ്മൾ കൊണ്ടുവരിക്കുന്നത്. ഒരു വുഡൻ വൈറ്റ് തീമിലാണ് മൊത്തത്തിൽ കൊണ്ടുവരിക്കുന്നത്. അപ്പോൾ വേറെ എങ്ങും ഒരു വലിയ കളർഫുൾ കാണാനില്ല. നമ്മൾ കൊണ്ടുവരിക്കുന്നത് ഫർണിച്ചറിലാണ് അങ്ങനെ ഒരു മാറ്റം കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഇവിടുത്തെ ഈ ഭിത്തി ഇത് നോർമൽ ഭിത്തിയാണ്. നോർമൽ ഭിത്തിയിൽ ഇങ്ങനെ ഒരു എലമെന്റ് ചെയ്തിട്ട് ഇവിടെ ഒരു ഗോൾഡൻ സ്ട്രിപ്പ് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇതിനെ ഒരു 5 സ്റ്റാർ ലുക്ക് തന്നെ ഈ ഒരു വോളിന് ക്രിയേറ്റ് ആയി കിട്ടും. അതെ, വലിയ കാര്യമൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ അതെ, ഈ ഒരു വാൾ നമുക്ക് പ്ലെയിൻ ആയിട്ട് കിട്ടിയപ്പോൾ നമ്മളിവിടെ ഒരുപാട് പാനലിങ്ങോ ലൂവേഴ്സോ അങ്ങനെയൊന്നും കൂടുതൽ കൊണ്ടുവരാതെ, എന്നാൽ ബാക്കി എടുത്ത് ചെയ്തിരിക്കുന്ന ടെക്സ്റ്റ് വർക്ക് ഇവിടെ കൊണ്ടുവരാതെ എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യണമെന്നുള്ളൊരു ഇത് വന്നപ്പോൾ നമ്മൾ വളരെ സിമ്പിളായിട്ട് വെയിൻസ്കോട്ട് കൊടുത്തു. ഇതിലൊരു ഗോൾഡൻ ബീഡിങ് കൊടുത്തു. അവിടെ ഒരു മെറ്റൽ ആർട്ട് കൊടുത്തു. ഇത് സിമെന്റ് വർക്ക് തന്നെയല്ലേ ചെയ്തിരിക്കുന്നത്? അതെ, ഇത് വെയിൻസ്കോട്ട് എന്നാണ് ഇതിന് പറയുന്നത്. ഇത് റെഡിമെയ്ഡ് പ്രോഡക്റ്റ് ആണ്. നമ്മളിത് ഫിക്സ് ചെയ്തിട്ട് ഇഷ്ടമുള്ള പെയിന്റിലേക്ക് നമുക്ക് മാറ്റാം. ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ പെയിന്റ് ഡിഫറെന്റ് കൊടുക്കാം. പക്ഷേ ഇവിടെ വേറൊരു കളർ കൊണ്ടുവരണ്ട. ഈ ആംബിയൻസ് ഇങ്ങനെ തന്നെ നിർത്താൻ വേണ്ടി നമ്മൾ വൈറ്റിലേക്ക് തന്നെ പോയി. അവിടെ ഒരു ഹോം ഡെക്കോർ ഐറ്റം അതെ, അതും ഇതിന്റെ ആംബിയൻസിനെ ഒന്നുകൂടെ ഉയർത്തി കാണിക്കുക. കാര്യം മെയിനായിട്ട് ഇതിന്റെ ലൈറ്റിംഗ് ആണ്. നമ്മൾ ജിപ്സം പ്ലാൻ ചെയ്തിട്ട് ലൈറ്റിങ്ങിൽ വളരെ ഇമ്പോർട്ടൻറ്റ് കൊടുത്തു. അതുകൊണ്ടാണ് ഇത്രയും സ്പേസ് ഇതിനകത്ത് ഫീൽ ചെയ്യുന്നതും ലൈറ്റിംഗ് പ്രോപ്പറായിട്ട് കിട്ടുന്നത്. നമ്മൾ ഫാമിലി ലിവിംഗിൽ നിന്ന് ഡൈനിങ്ങിലേക്ക് കിടക്കുന്ന ഈ ഒരു എൻട്രൻസിൽ കുറച്ചും കൂടെ ഒരു മാച്ചിങ് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു പാനലിങ്ങും കൂടെ കൊടുത്തിട്ടുണ്ട്. കൊടുത്തിട്ട് നമ്മളിപ്പോൾ ഡൈനിങ് സ്പേസിലേക്ക് വന്നിരിക്കും. അതെ, ഡൈനിങ് സ്പേസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു കോർട്ട്യാർഡ്, അതിമനോഹരമായുള്ള ഒരു കോർട്ട്യാർഡ്, ഓപ്പൺ ടു സ്കൈ എന്നുള്ള രീതിയിൽ മുകളിൽ ടഫൻ ഗ്ലാസ് ഇട്ട് പർഗോളാസ് കൊടുത്തിട്ട് പിന്നെ അതിനോട് ചേർന്നിട്ട് വിളക്ക് കത്തിക്കുന്ന രീതിയിലുള്ള ഒരു സംഭവം. ഇവിടെ ഒരു മൊറോക്കൻ സീരീസ് സ്റ്റൈൽ കൊടുത്തിട്ടുണ്ട്.
അങ്ങോട്ടാണ് ബുദ്ധനെയൊക്കെ വെച്ചിട്ട് ഒരു കോർട്ട്യാർഡ് ക്രിയേറ്റ് ചെയ്തത്. അവിടെ ഒരു ഗ്രീനറി കൊണ്ടുവന്നു. അവിടെ ഒരു ഗ്രീനറി കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, അതിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ഈ ഡൈനിങ് സ്പേസ് എന്ന് പറഞ്ഞാൽ 6 പേർക്ക് ഇരിക്കാൻ പറ്റിയ ഒരു സിറ്റിംഗ് സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത്. കോമൺലി ആൾക്കാർക്കുള്ള ഒരു കോമൺ സംശയമാണ് ഈ ഫർണിച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഫർണിച്ചേഴ്സ് നിങ്ങൾ തന്നെ ഡിസൈൻ ചെയ്തതാണോ അതോ പുറത്തുനിന്ന് കൊണ്ടുവന്നോ? നമ്മൾ ഔട്ട്സോഴ്സ് ചെയ്തതാണ്, ഡിസൈൻ ചെയ്തിട്ട് ഔട്ട്സോഴ്സ് ചെയ്തതാണ്. അപ്പൊ ഡിസൈൻ ചെയ്തിട്ട് നമ്മൾ തന്നെ ഇന്റീരിയറിന്റെ ആൾക്കാർ തന്നെയാണ് മൊത്തത്തിലുള്ള ഫർണിച്ചേഴ്സിന്റെ ഔട്ട്സോഴ്സിംഗ്. ഇപ്പൊ ഫർണിച്ചർ ഷോപ്പുകൾ ഇപ്പൊ നമ്മുടെ മാർക്കറ്റിൽ ഒരുപാടുണ്ട്. അപ്പൊ അവിടെ പോയിട്ട് ഒരു ഫർണിച്ചർ വാങ്ങിക്കാന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഡിസൈൻ ചെയ്യുന്ന തീമുമായിട്ട് ഒരിക്കലും മാച്ച് ആകണമെന്നില്ല. അപ്പൊ ആ മാച്ച് ആകാത്ത ഒരു സ്ഥിതി നിലപാടാണെങ്കിൽ ഒരിക്കലും പുറത്ത് പോയി വാങ്ങിക്കരുത്. ഈ ഡിസൈൻ ആസ്പെക്റ്റുമായിട്ട് മാച്ച് ആവുന്ന ഒരു ഫർണിച്ചർ മാത്രമേ ഇംപ്ലിമെന്റ് ചെയ്യാൻ പാടുള്ളൂ. ഇതിനകത്ത് ഇത് ഇവിടെ നമ്മളെ സോഫയായാലും ഈ പറയുന്ന ഡൈനിങ്ങും എല്ലാം മുൻകൂട്ടി ഡിസൈൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം അതുകൊണ്ടാണ് ഇതിനുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിൽ കളർ തീം നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം ഇവിടെ ദൈവങ്ങളുടെ പടവും അതുപോലെ വിളക്കും ഒക്കെ ഇഷ്ടംപോലെ ഇരിപ്പുണ്ട്. അതുപോലെ വിളക്ക് കത്തിക്കുന്ന അവിടെയാണ്. ശ്രുതി മെയിൻലി ഒരു ഭക്തയാണ്. ഞങ്ങളുടെ ഇരുവ ക്ഷേത്രത്തിനടുത്തായിരുന്നു ശ്രുതിയുടെ വീട്. അപ്പം ശ്രുതി പണ്ട് മുതലേ ഒരു ഭക്തയാണ്. ആ ഭക്തി മൊത്തം വീടിനകത്ത് മൊത്തം കൊണ്ടുവന്നിട്ടുണ്ട് ശ്രുതി. അപ്പം നമ്മൾ ഇനിയും ഇതിന്റെ മനോഹരമായ കിച്ചണിലേക്ക് വന്നിരിക്കുകയാണ്. അതിമനോഹരമായ കിച്ചൺ. രാജേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നമ്മളിപ്പോൾ എല്ലാ വീടുകളും പോയി ചെയ്യുന്നത് കാണുമ്പോൾ എല്ലാ വീടുകളിലുള്ള സാധനമാണ് ഈ പറയുന്ന ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ എന്ന് പറയുന്നത്. ഈ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ എവിടെ നിന്ന് വന്നു? ആദ്യകാലങ്ങളിൽ ചെയ്യുന്ന വീടുകൾക്ക് ഇപ്പം ഫാമിലി മെമ്പേഴ്സിൻ്റെ എണ്ണം കുറച്ച് കൂടുതലായിരുന്നു. ഇപ്പം വരുന്ന വീടുകൾക്ക് ഫാമിലി മെമ്പേഴ്സ് കുറവാണ്. അപ്പം അവർക്ക് ഒരുമിച്ച് കുക്ക് ചെയ്യുകയും ആ കൂടുതൽ ഇപ്പം കിച്ചണിൽ സ്പെൻഡ് ചെയ്യുന്ന സമയം ഫാമിലിയിൽ എല്ലാവർക്കും കൂടെ കുക്ക് ചെയ്ത് ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുകയും വർത്തമാനം പറയും. ആ ഒരു കൂടുതൽ കണക്ടിവിറ്റി കിട്ടും. നേരത്തെ കാലങ്ങളിൽ ലേഡീസ് മാത്രം കുക്ക് ചെയ്യുന്ന ഒരു കൺസെപ്റ്റായിരുന്നു. ഇപ്പോൾ അത് മാറി ഫാമിലി ഫുള്ളായിട്ട് കുക്ക് ചെയ്ത് ഇപ്പോൾ ഇവിടെ ഇരുന്നിട്ട് 2 ചെയർ കൊടുത്തിട്ടുണ്ട്. കുട്ടികൾക്കായാലും ഇവിടുന്ന് ഫുഡ് കഴിക്കാം. ഫാമിലിക്ക് ഫുള്ളായിട്ട് ഇരുന്ന് ആ സമയം കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അതിന്റെ ഓപ്പൺനെസ്സും വന്നു, എന്നാൽ ഒരു ആപ്ലിക്കേഷൻ ആയിട്ട് മാറിയത്. അതെ, അങ്ങനെ വന്ന ഒരു സാധനമായിരിക്കാം ബ്രേക്ക്ഫാസ്റ്റ്. അതെ, അതിന്റെ കൂടെ കുറച്ചും കൂടെ സ്പേസ് ഫീൽ ചെയ്യും. ഇപ്പം ഈ ഒരു ഇത്രയൊരു സ്പേസിൽ ഇവിടെ ഒരു മതിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇത്രയും സ്പേസ് നമുക്ക് ഫീൽ ചെയ്യില്ല. അല്ല, ഒരു കാര്യമുണ്ട്. ഇപ്പൊ നമ്മളിത് കവേർഡ് ആണെന്നുണ്ടെങ്കിൽ കിച്ചൺ എന്ന് പറഞ്ഞാൽ ഇതിനകത്തൊന്നും ഒതുങ്ങും. അതെ, ഇപ്പൊ ഈ കിച്ചൺ എന്ന് പറഞ്ഞാൽ ഇത് മാത്രമല്ല, കിച്ചൺ എന്ന് പറഞ്ഞാൽ അങ്ങ് വരെയുള്ള കിച്ചൺ കിട്ടുക. ഇതിപ്പം ഇതിന്റെ എല്ലാ ഏരിയയും ഓപ്പൺ ആണ്, എങ്ങും ക്ലോസ്ഡ് അല്ല. ബെഡ്റൂംസ് മാത്രമാണ് ക്ലോസ്ഡ് ആയിട്ടുള്ളത്, ബാക്കി എല്ലാ ഏരിയയും ഓപ്പൺ ആയിട്ട് കിടക്കാം. അപ്പൊ അത് ഭയങ്കര ഒരു സംഭവമാണ്. അപ്പൊ നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിന്റെ കഥ കേട്ടു. ഇനി ഇതിനകത്ത് ഒരു കിച്ചൺ എന്ന് പറയുമ്പോൾ കിച്ചണിന്റെ സ്റ്റോറേജ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ആ സ്റ്റോറേജ് സാധനങ്ങൾ വെക്കാനുള്ള സംവിധാനങ്ങൾ ഇതിനകത്ത് ഇത്ര ഏരിയക്കകത്ത് ഇൻക്ലൂഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ആ കിച്ചന് വേണ്ട എല്ലാ സംഭവങ്ങളും. ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പ്ലേറ്റ് വെക്കാനുള്ള റാക്ക് ഉണ്ടല്ലേ, ഇത് പ്ലേറ്റ് വെക്കാനുള്ള റാക്ക്. ഇനി അടുത്ത ഇത് ഒന്ന് കാണിച്ച് ഓരോന്നോരോന്നായിട്ടൊന്ന് കാണിച്ചത്. ഇത് ഒരു പുൾ ഔട്ട് യൂണിറ്റ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു ഓവൻ യൂണിറ്റ് ഇവിടെ ഉണ്ട്. ഇതൊരു സ്റ്റോറേജ് ആണ്. ഇതിന്റെ ബോട്ടം സൈഡ് 2 ഡ്രോയേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിലും പ്ലേറ്റ് റാക്ക് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ ലൂസ് ഓർഗനൈസർ ആണ് കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് മൂവ് ചെയ്ത് ഏത് ഇതിലേക്ക് വേണമെങ്കിലും ചെയ്യാം. കിച്ചണിൽ പെരുമാറുന്ന എല്ലാ സാധനങ്ങളും ഇതിനകത്ത് വെക്കാൻ പറ്റും. അതെ, ഇവിടെ നമ്മളൊരു കോർണർ യൂണിറ്റ് ചെയ്തിട്ടുണ്ട്. മാജിക് കോർണർ എന്ന് പറയും. ഓക്കെ, ഇത് നമ്മളുടെ മിക്സി അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ വെക്കാനായിട്ട് ഇത് ഉപയോഗിക്കാം അല്ലേ? അതെ അതെ, അത് വളരെ സംഭവമായിട്ട് ഉപയോഗിക്കാം. എടുത്തു പറയേണ്ട വേറെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോട്സിന്റെ പരിപാടിയാണ്. ഈ കോട്സ് എന്ന് പറയുന്നത് ഏകദേശം ഇന്ന് മാർക്കറ്റിൽ ഒരു 35,000 to 40,000 rupees വിലയുള്ള സാധനം. ഇതിന് ഇൻസ്റ്റലേഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. സാധാരണ ആൾക്കാർ ഈ വീട് പണിയുടെ അവസാന ഘട്ടത്തിലാണ് ഈ കിച്ചണിന്റെ ഈ സ്ലാബും കാര്യങ്ങളൊക്കെ ചൂസ് ചെയ്യുന്നത്. അവർ വീട് പണി തീർക്കാൻ വേണ്ടിയുള്ള വ്യഗ്രതയിൽ അവർ പറയും പെട്ടെന്ന് ചെയ്യണം എന്ന് പറഞ്ഞേച്ച് നമ്മൾ ഈ പറയുന്ന സ്ക്വാഡ് സെറ്റ് വൃത്തിയുള്ള ലേബർ അല്ല, ഇതിനെപ്പറ്റി അറിയാത്ത ലേബറാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. 100% ഇത് പാടും. പക്ഷെ ഇവിടെ അതിമനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അത് ഇന്റീരിയറിന്റെ സ്കോപ്പിൽ തന്നെ വരുന്ന സംഭവമാണ്. ഇവിടുത്തെ സിവിലിന്റെ സ്കോപ്പിൽ ചെയ്തതാണ്. പക്ഷെ നമ്മളത് കുറച്ചും കൂടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ലേബേഴ്സിനെ കൊണ്ടാണ് ചെയ്തത്. ഇതിന് പ്രോപ്പർ ടൂൾ ഉപയോഗിക്കുക. ഇത് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള ടെക്നീഷ്യന്മാരാണ് ഇത് ചെയ്യാൻ വേണ്ടി നമുക്ക് വരുന്നത്. ഗ്രാനൈറ്റ് ചെയ്യുന്ന അത്ര ഈസി അല്ല ഇത് ചെയ്യാനായിട്ട്. കാര്യം ഇതിന്റെ കട്ടിങ്ങിലും പിന്നെ ഇതിന്റെ സിങ്കിന്റെ പോർഷൻ ചെയ്യുമ്പോഴും ഒക്കെ നമുക്ക് കുറച്ചും കൂടെ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം എപ്പോഴും നമ്മളുടെ ഈ കോട്സ് യൂസ് ചെയ്യുന്ന സമയത്ത് 100% ഇങ്ങനൊരു ശ്രദ്ധ ഇല്ല എങ്കിൽ. പിന്നെ ഇവിടെ ഒരു റിബൺ വിൻഡോ കൊടുത്തിട്ടുണ്ട്. കിച്ചണിനകത്തോട്ട് പുറത്തുള്ള ആക്സസറീസ് കൂടാനായിട്ട് റിബൺ വിൻഡോ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഇനി വർക്ക് ഏരിയ കിച്ചൺ ഇതിനോട് ചേർന്നിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഏറ്റവും അത്യാവശ്യമുള്ള വാഷിംഗ് മെഷീന്
അതുപോലെ തന്നെ ഫ്രിഡ്ജ് എല്ലാം വളരെ കറക്റ്റായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ സിങ്ക് വന്നിരിക്കുന്നു. ഇതും ട്രയാങ്കിൾ ലെവലിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പുറത്തേക്കാട്ട് കുറച്ചും കൂടെ സ്പേസ് ഇതിനകത്തുണ്ട്. ഇതിലും വിക്കർ ബാസ്ക്കറ്റ് ഇവിടെ ഒരു നമ്മുടെ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉള്ളി സാധനങ്ങൾ വെജിറ്റബിൾസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വിക്കർ ബാസ്ക്കറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതും മാക്സിമം ലെങ്ത്തിൽ തന്നെയുള്ള കട്ട്ലറിയും കാര്യങ്ങളും കൊടുത്ത് സ്റ്റോറേജ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയും നമുക്ക് അപ്പുറത്തതുപോലെ തന്നെ കോർണർ യൂണിറ്റും വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഡീ കോർണറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പം റണ്ണിങ് കിച്ചണാണ്. ആ റണ്ണിങ് കിച്ചണിൽ വെച്ചേക്കുന്ന സാധനങ്ങളാണ് ആ പറയുന്ന കോർണർ ഷെൽഫിനകത്ത് വരുന്നത്. അപ്പോൾ നമ്മൾ രണ്ട് കിച്ചൺ കണ്ടു കഴിഞ്ഞു. വളരെ മനോഹരമായിട്ടുള്ള ഒരു വീടാണ്. അതായത് ഡൈനിങ് സ്പേസ് ഇവിടെ ഇതിനോട് ചേർന്നിട്ട് കിച്ചൺ വന്നു. ഇനി 4 ബെഡ്റൂംസ് ആണ് ഈ വീടിന്. അതെ, ഇവിടെ ഒരു സ്റ്റെപ്പ് ഡൗൺ കൊടുത്തിട്ട് ഇവിടെ ഒരു പൂജാമുറി സ്പേസ് കൊടുത്തിരിക്കുന്നു. പിന്നെ ഇതിനോട് ചേർന്നിട്ട് എടുത്തു പറയേണ്ട സാധനമാണ് ഈ കോർട്ട്യാർഡ്. ഈ കോർട്ട്യാർഡിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ കോർട്ട്യാർഡിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള 2 ബെഡ്റൂംസിനെ കണക്ട് ചെയ്യുന്നത് ഈ കോർട്ട്യാർഡ് വഴിയാണ് അല്ലേ? ഇതിലേക്ക് രണ്ടിലേക്കും ആക്സസ് ഉണ്ട്. ഉണ്ട്. അപ്പോൾ ആ ബെഡ്റൂമിന്റെ ആംബിയൻസ് ഇവിടെ ക്രിയേറ്റ് ചെയ്യും. ഇവിടുന്ന് കിഡ്സിന്റെ ബെഡ്റൂമിൽ നിന്ന് ഇങ്ങോട്ട്. അപ്പം പേരൻസിന് കിഡ്സിന്റെ ഒരു കൺട്രോളും വരും, എന്നാൽ കിഡ്സിന് പേരൻസുമായിട്ടുള്ള കണക്ടിവിറ്റിയും. ഈ ഒരു ഏരിയ ഒരു ഫാമിലി ലിവിംഗ് സ്പേസ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് കണക്കൂട്ടാം. അതെ, ഇപ്പം ഫർണിച്ചറുകൾ നമുക്ക് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഒരു സിറ്റിംഗ് സ്പേസ് ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് കൊടുത്തിരിക്കുന്നത്, ബാംഗ്ലൂർ സ്റ്റോൺ ഒക്കെ വെച്ചിട്ട്. പിന്നെ അവിടെ ഒരു ക്ലാഡിംഗ് സ്റ്റോൺ ഒട്ടിച്ചിരിക്കുന്നു, ബുദ്ധന്റെ ഒരു ഇത് കൊടുത്തിരിക്കുന്നു. അത് വളരെ മനോഹരമായിട്ടുണ്ട്. പിന്നെ ഓപ്പൺ ആയിട്ട് പുറത്തോട്ടുള്ള ഒരു സ്പേസിലെല്ലാം എയർ വെന്റിലേഷൻ ഉള്ള സാധ്യത ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ സ്ട്രക്ചറൽ പൈപ്പ് കൊടുത്തിരിക്കുന്നത്. മുകളിൽ ഓപ്പൺ ടു സ്കൈ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മഴ പെയ്താൽ വെള്ളം ഇതിനകത്ത് നിൽക്കും. ഈ വെള്ളം പോകാനുള്ള സംവിധാനം ചെയ്തിട്ടുണ്ടല്ലോ. പിന്നെ ഇതിന്റെ രാജനോട് വന്നപ്പോഴേ പറഞ്ഞു, ചേട്ടാ ഇതിനകത്ത് ഏറ്റവും എടുത്തു പറയേണ്ട സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം ആണ്. അതൊന്ന് കണ്ടല്ലോ, കാണാം. സത്യം പറഞ്ഞു കേട്ടോ, ഒരു രക്ഷയില്ല. ബെഡ്റൂം ഭയങ്കര ആംബിയൻസ് ഉണ്ട്. ഈ ബെഡ്റൂമിന്റെ ആംബിയൻസ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ടെക്സ്ചർ ഫിനിഷ് തന്നെയാണ് അല്ലേ? ടെക്സ്ചർ ഫിനിഷ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ടെക്സ്ചർ ഫിനിഷ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ഫോക്കൽ പോയിന്റ് കുറച്ചുകൂടെ കൂടുതലായിട്ട് ഈ ബെഡ്റൂമിന്റെ ആ ഒരു ഭംഗിയെ ആംബിയൻസ് കിട്ടും നമുക്ക് കുറച്ചുകൂടെ. പിന്നെ വേറെ എന്തൊക്കെയാണ് ഇതിനകത്ത് ചെയ്തത്? ഇതിനകത്ത് നമ്മളൊരു ലൈറ്റ് ഗ്രീൻ കളർ തീമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ജിപ്സം പ്ലെയിൻ ജിപ്സം ചെയ്തിട്ട് സീലിംഗ് ചെയ്തുകൊണ്ട് അതിലും ലൈറ്റിംഗ് പ്രോപ്പറായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു സ്റ്റഡി സ്റ്റോറേജ് ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു വേവിൻ്റെ ഉണ്ട്. ഇതിൻ്റെ ബോട്ടം സൈഡും സ്റ്റോറേജ് കൊടുത്തിട്ട് ഈ ഒരു ഹെഡ് മാത്രം അപ്പോൾസറി വരത്തക്ക രീതിയിലൊരു ബെഡാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ MS സ്ട്രക്ചറിൽ ചെയ്തിരിക്കുന്ന ഒരു ബെഡാണ്. ഇതിന്റെ ബോട്ടം സൈഡ് ഓപ്പൺ ആണ്. നമുക്ക് ക്ലീനിങ് പർപ്പസിന് വേണ്ടി വളരെ ഈസി ആയിട്ട് കൊടുത്തിരിക്കുന്നുണ്ട്. അതായത് ഇത് കാന്റിലിവർ പോലെ സ്ട്രക്ചർ അതേ പിടിപ്പിച്ചിട്ട് പൈപ്പിലാണ് ഈ സാധനം നിൽക്കുന്നത്. അതെ അതെ, ഈ പറയുന്ന നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ അവിടെ ഗ്രേ കളർ ടെക്സ്ചർ കൊടുത്തു. ഇത് ഡ്രസ്സിങ് ഏരിയ ഇതിലേക്ക് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ സ്ലൈഡിങ് ഡോർസ് ആണ് നമ്മൾ സ്ലൈഡിംഗ് ഡോർ കൊടുത്തിരിക്കുന്നു. ഇവിടെ ഒരു ലൈറ്റ് മിറർ ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് എടുത്തു പറയേണ്ട സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാത്റൂമാണ്. ബാത്റൂമിലേക്ക് കയറുമ്പോൾ ബാത്റൂമിൽ ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ സെപ്പറേറ്റ് ചെയ്ത് ഗ്ലാസ് പാർട്ടീഷൻ കൊടുത്ത് കറക്റ്റ് ചെയ്തിരിക്കുന്നു. പിന്നെ ഒരു വോൾ മൗണ്ടഡ് ക്ലോസറ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. വാഷ് ബേസിനും അതുപോലെ തന്നെ അതിനോട് ആംബിയൻസ് ചേർന്നിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഗ്രേ ടെക്സ്ചർ ആണ് കൊടുത്തിരിക്കുന്നത്. കട്ട് ചെയ്തിട്ട് ഗ്രേ ടെക്സ്ചർ ആണ്. താഴെ മാറ്റ് ഫിനിഷ് ഗ്രേ ടൈലും ഭിത്തിയിലെല്ലാം ഗ്ലോസി ടൈലുമാണ് ഒട്ടിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മള് ഈ വീടിന്റെ ബെഡ്റൂം വളരെ മനോഹരമായിട്ട് തന്നെ വന്നിരിക്കുന്നു. പിന്നെ ഇതിന്റെ കർട്ടൻസ് എല്ലാം ലോങ് കർട്ടൻസ് കൊടുത്തിരിക്കുന്നു. ഇത് എന്ത് ടൈപ്പ് ഡോറാണ്? ഇത് വുഡാണോ? ഇത് വുഡ് ഡോർ ആണ്. ഇത് ഫുള്ള് വുഡ് തന്നെയാണ്. ഇവിടെ ഫുള്ള് വുഡ്, സോളിഡ് വുഡ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിന്റെ ഈ കോർട്ട്യാർഡിനെ കവർ ചെയ്തിട്ട് ഈ കോർട്ട്യാർഡിന്റെ സെന്ററിൽ ഈ പോർഷൻ കവർ ചെയ്തിട്ട് നമ്മൾ അടുത്ത ബെഡ്റൂംസിലേക്ക് പോകുമ്പോൾ ഇവിടെ ഒരു പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. സാധാരണ നിങ്ങളുടെ ഇന്റീരിയറുകാരെല്ലാം ചെയ്യുന്ന ഒരു നോർമൽ സാധനമാണ് ഈ വോളിന്റെ സ്കോപ്പിൽ ഇതുപോലുള്ള പാർട്ടീഷൻസ്. ഇത് പ്ലൈവുഡിലും ചെയ്യുന്നുണ്ട്, സ്ട്രക്ചറിലും ചെയ്യുന്നുണ്ട്. ഏതായിരിക്കും രാജെ കൂടുതൽ അഡ്വൈസബിൾ? പ്ലൈവുഡിൽ കൊടുക്കുന്നതാണോ സ്ട്രക്ചറിൽ? പ്ലൈവുഡിൽ കൊടുക്കുന്നതാണ്. അതിപ്പോൾ പ്രൊജക്റ്റിന്റെ ആ ഡിസൈനെ ഫോക്കസ് ചെയ്തിട്ടിരിക്കും. ഇപ്പോൾ ഇതിൽ നമ്മളൊരു ഡബിൾ തിക്നെസ് കൊടുത്തിട്ട് ഫാക്ടറി ഫിനിഷ് വെർട്ടിക്കൽസ് കൊടുത്ത് വളരെ മിനിമലായിട്ട് ഒരു പാർട്ടീഷൻ ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് നമുക്ക് ഇപ്പുറത്തുനിന്ന് കാണാനും പറ്റുന്ന രീതിയിൽ മിനിമലായിട്ട് രീതിയിലാണ് ഒരു പാർട്ടീഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇനി അടുത്ത കിഡ്സിന്റെ ബെഡ്റൂമിലേക്ക് വന്നിരിക്കുകയാണ്. ഈ കിഡ്സിന്റെ ബെഡ്റൂമിലേക്ക് വന്നപ്പോൾ അവിടെ വേറൊരു ടൈപ്പ് കളർ തീമാണ്. ഒരു ലൈറ്റ് ബ്ലൂ ഇതിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മൾ ഇതിൽ സെയിം ടെക്സ്ചർ ഫിനിഷ് ഇവിടെ കൊണ്ടുവന്നു. ഒരു അപ്പോൾസറി ബെഡ് കൊടുത്തു. കിഡ്സ് റൂം ആയതുകൊണ്ട് അപ്പോൾസറി ബെഡിലേക്ക് പോയി. സെയിം വിൻഡോ, അതിലും ഒരു ബ്ലൂ അപ്പോൾസറി കൊടുത്തു.
ബോട്ടം സൈഡ് സ്റ്റോറേജ് കൊടുത്തു. ഇതിലും സെയിം തന്നെ, ഇതിനകത്ത് തന്നെ ലോങ് കർട്ടൻ ഉള്ളത് കൊണ്ട് കാണാൻ ആംബിയൻസിന് അതിനേക്കാട്ടി കുറച്ചുകൂടി ബെറ്റർ ആണ്. ഇവിടെ നിന്ന് നമുക്ക് പേരൻസിനെ കാണാം. പേരൻസിന്റെ അതെ. ഡോർസ് എല്ലാം ചെയ്തിരിക്കുന്നത് പ്രീമിയം അലൂമിനിയം വിൻഡോസ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇത് കിഡ്സ് റൂം ആയതുകൊണ്ട് ഇവിടെ നമ്മളൊരു സ്റ്റഡി ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഡ്രോയേഴ്സ് കൊടുത്തിരിക്കുന്നു. ഇവിടെയാണ് ഇതിന്റെ വാർഡ്രോബ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും സ്ലൈഡിംഗ് വാർഡ്രോബ്സ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഡ്രസ്സിംഗ് ടേബിൾ കൊടുത്തിട്ടുണ്ട്, ഡ്രസ്സിംഗ് യൂണിറ്റ്. ഇവിടെ ഒരു സ്റ്റോറേജ്, ഇതിൽ തൊട്ട് ബോട്ടം സൈഡ്. ശരിക്കും ശ്രുതിക്ക് 2 കുട്ടികളല്ലേ, ഒരു മോനും. അതെ, അവർക്ക് വേണ്ടിയിട്ടാണ് ഈ റൂം ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇനിയും ഇത് വളരെ ഭംഗിയായിട്ട് തന്നെ. പിന്നെ എടുത്തു പറയേണ്ട വേറൊരു, എനിക്ക് ഇതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം, ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്മുടെ ബെഡ്റൂംസിലെല്ലാം കൊടുത്തിരിക്കുന്ന വുഡ് പ്ലാങ്കുകളാണ്. അത് വന്നപ്പോഴത്തേക്ക് അതിന്റെ ആംബിയൻസ് വേറെയാണ്. അത് പറയാതിരിക്കാൻ വയ്യ. അത് നമ്മൾ വീഡിയോ വെക്കുമ്പോൾ ഓഫ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഐഡിയ ആണ്. കാര്യം ഈ പറയുന്ന കളർ ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സ് ബെഡ്റൂംസിൽ കൊടുക്കുന്നത് ഭയങ്കര അതിനൊരു ആംബിയൻസ് കൂട്ടുന്ന ഒരു സാധ്യത കൂടിയാണ്. അപ്പോൾ രാജേ, നമ്മൾ വീടിൻ്റെ വിശേഷങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞു. അതിമനോഹരമായ വീട്. അപ്പം കൺഗ്രാജുലേഷൻസ്. ഇതുപോലെ നല്ല നല്ല പ്രൊജക്റ്റുകൾ താങ്കൾക്ക് ചെയ്യാൻ കഴിയട്ടെ. ഹായ്, നമസ്കാരം. ഇതാണ് ശ്രുതി. ലോങ് ടൈം. നമ്മൾ കുഞ്ഞുനാളിലൊക്കെ ഒരുമിച്ച് ഒരേ നാട്ടിൽ ജീവിച്ച ആൾക്കാരാണെന്നുള്ള കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു. അപ്പം ഞാനിവിടെ താങ്കളുടെ സുന്ദരമായ വീട് വ്ലോഗ് ചെയ്യാൻ വന്നതാണ്. രാജിന്റെ ഇന്റീരിയറും കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നു. എങ്ങനെയുണ്ട് രാജിന്റെ വർക്കിനെ പറ്റി എന്ത് പറയാനുണ്ട്? രാജിന്റെ വർക്ക് ഞങ്ങൾ 100% സാറ്റിസ്ഫാക്ഷൻ ആണ്. ഞങ്ങൾ എൻഡ് ഓഫ് ദി മൊമെന്റ് ആണല്ലോ എല്ലാരും ഇന്റീരിയർ തരുന്നത്. അപ്പോഴത്തേക്ക് സാധാരണ ഏത് കസ്റ്റമറിനെ പോലെ ഞങ്ങൾ ഇങ്ങനെ ബഡ്ജറ്റ് കയ്യിലുള്ളവർക്ക് സ്റ്റോറായിട്ടിരിക്കുന്ന സമയത്താണ് രാജിനെ വിളിക്കുന്നത്. ഞങ്ങൾ പറഞ്ഞ ഞങ്ങളുടെ വീട് വന്ന് കണ്ടിട്ട് രാജു പറഞ്ഞു നല്ലൊരു പ്രോജക്റ്റ് ആണ്, നമുക്ക് നന്നായിട്ട് ഇന്റീരിയർ ചെയ്യാം. അപ്പൊ ഞങ്ങൾ പറഞ്ഞു പക്ഷെ ഞങ്ങള് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊരു ഇന്റീരിയർ ആണ് പ്ലാൻ ചെയ്യുന്നത്. ഭയങ്കര ഒരു പോഷ് ഇന്റീരിയർ നമുക്ക് ആവശ്യമില്ല, സിമ്പിൾ ആയിരിക്കണം, എലഗന്റ് ആയിരിക്കണം. അങ്ങനെ ഞങ്ങൾ തമ്മിൽ ഡിസ്കസ് ചെയ്തു. ഞങ്ങൾ ഓരോന്ന് റിക്വയർമെന്റ്സ് രാജുവിനോട് പറഞ്ഞു. രാജു പക്ഷേ നമ്മുടെ ആ റിക്വയർമെന്റ് നല്ല രീതിയിൽ എക്കണോമിക് ഫ്രണ്ട്ലി ആയിട്ട് എത്തി ചെയ്യുന്നു. അപ്പോൾ വളരെ 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 സാറ്റിസ്ഫൈഡ് ആണ്, ഹാപ്പിയാണ്. പിന്നെ എനിക്കിവിടെ വന്ന് നിങ്ങളുടെ വീട് ബ്ലോഗ് ചെയ്യാനുള്ള സാധ്യത ക്രിയേറ്റ് ചെയ്ത് തന്നതിന് അങ്ങേയറ്റം നന്ദി. താങ്ക് യു വെരി മച്ച്. ശരി. അപ്പം നമ്മളുടെ ശ്രുതിയായിട്ട് സംസാരിച്ചു. വളരെ ഹാപ്പിയാണ് ശ്രുതി രാകേഷ്, 2 കുട്ടികൾ, വളരെ ഹാപ്പി ഫാമിലി, സുന്ദരമായ വീട്, കൊളോണിയൽ സ്റ്റൈൽ വീട്, അതിമനോഹരമാക്കിയിരിക്കുന്നു താങ്കൾ ഇന്റീരിയർ എന്നാണ് ക്ലയന്റ് പറയുന്നത്. താങ്ക് യു. അപ്പം നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. വീട് ബൈ വിഷ്ണു വിജയൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും നന്ദി, നമസ്കാരം.